ഓൾമോസ്റ്റ് ഒരു 5 hours ക്യൂവിൽ നിന്ന് ഉന്തും തള്ളും ജാലിയൻവാലാബാഗൊക്കെ കഴിഞ്ഞാണ് ദർശനം കിട്ടിയത്. ആ ക്യൂവിൽ നിന്നപ്പം ഒരുപാട് കാര്യങ്ങൾ കാണുകയും ഒരുപാട് തിങ്ക് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ആൾക്കാർ റിച്വൽസ് ഒക്കെ ഫോളോ ചെയ്യും, ദൈവം എന്ന് പറഞ്ഞ ഭയങ്കര കാര്യമാണ്. പക്ഷെ ഒരു അമ്പലത്തിൽ പോയി ക്യൂ നിൽക്കുമ്പം അവിടെ നടക്കുന്ന കാര്യങ്ങൾ കണ്ടാൽ നമ്മൾ പല ക്വസ്റ്റ്യൻസും ചോദിച്ചു പോകും. ബാക്കി ക്യൂവിൽ നിൽക്കുന്ന ആൾക്കാരെ പുഷ് ചെയ്യുക, ഭയങ്കരമായിട്ട് ഇടിച്ച് കയറുക, എന്തിനാ ദൈവത്തിനെ ഫസ്റ്റ് കാണാൻ വേണ്ടിയിട്ട്. ചുറ്റുള്ള ആൾക്കാരെ പറ്റി ഒരു ബോധവുമില്ല അവർക്ക്. I don't think many people know that God is within you. ഇങ്ങനെ ക്യൂ നിന്ന് 5 മണിക്കൂർ കഴിഞ്ഞ് നടയിലെത്തുമ്പോഴത്തേക്ക് അവിടുത്തെ സെക്യൂരിറ്റിക്കാർ നമ്മൾ ഓടിച്ചുവിടും. അങ്ങനെ ജസ്റ്റ് 2 hours മാത്രം ഇറങ്ങിയിട്ട് നെക്സ്റ്റ് ഡേ മോർണിംഗ് 4 AM എണീച്ച് 14 kilometers നടക്കാൻ പോയി. ഇതിന് ഗിരിവലം എന്ന് പറയും. നമ്മൾ ആ മലയ്ക്ക് ചുറ്റും പ്രദക്ഷിണം വെക്കുക ചെയ്യുന്നത്. അങ്ങനെ ആ പോണ വഴിക്ക് ഫ്രീ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞ് കുറച്ച് ആൾക്കാരെ ഞങ്ങൾ വിളിച്ചു. ഇറ്റ് വാസ് റിയലി ഗുഡ്. പിന്നെ നല്ല യമ്മി മസാല ദോശ, ഫിൽറ്റർ കോഫി, ഇഡ്ഡലിയൊക്കെ കഴിച്ചു. റിയലി ടേസ്റ്റി. പിന്നെ രമണാശ്രമത്തിൽ പോയി. അതിനെപ്പറ്റി അറിഞ്ഞിട്ടൊന്നും അല്ല പോയത്. എന്തോ അവിടെ പോകണം തോന്നി. അവിടെ ആയിരുന്നു ഭയങ്കര പീസ്ഫുൾ ആയിട്ട് കാമായിട്ട് കുറച്ചേരം ഇരിക്കാൻ പറ്റിയത്. കുറച്ചേരം ഇരുന്ന് മെഡിറ്റേറ്റ് ചെയ്തു. അവിടെ എന്തോ ഭയങ്കരമായിട്ടൊരു പോസിറ്റീവ് എനർജി ഉണ്ട്. രമണ മഹർഷിയുടെ വൺ ഓഫ് ദ മെയിൻ ടീച്ചിങ്സ് ആണ് ഹു ആം ഐ, അതായത് നമ്മൾ ആരാണ് എന്ന് കണ്ടുപിടിക്കാൻ. ആ ഒരു പ്ലേസ്, ആ ഒരു ആശ്രമം എനിക്ക് എന്താ അറിയില്ല, ഇനിയും പോയി വിസിറ്റ് ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ട്.